വെടിയേച്ചയുടെ ശബ്ദം കേട്ട് കാടിന്റെ ഭാവം പെട്ടെന്ന് മാറുകയാണ്. അതോടൊപ്പം കാത് തുളച്ചു കയറുന്ന ശബ്ദവും. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. കാടിന്റെ പല ഭാഗത്തായിട്ട് പോലും എല്ലാവർക്കും ഇതെല്ലാം ഒരുപോലെയാണ് ഫീൽ ആവുന്നത്. പെട്ടെന്ന് തന്നെ ശബ്ദം നിലച്ചു. കാട് പഴയ പോലെയായി. പോലീസുകാരൻ ലക്ഷ്യമില്ലാതെ മുൻപോട്ടോടി. പെട്ടെന്ന് അവിടെ എന്തോ സംഭവിച്ചു. നായകനായ ആനന്ദ് പെട്ടെന്ന് എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു. പ്രഗ്നന്റായ വൈഫിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിനെത്തിയതാണ് ആനന്ദ്. ആനന്ദിന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം കിട്ടിയിരിക്കുകയാണ്. അതിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. പക്ഷെ വൈഫിന് ഡെലിവറി ഡേറ്റ് അടുത്തതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. ജോലിക്ക് കയറി മെഡിക്കൽ ലീവ് എടുത്ത് തിരിച്ചു വരാം എന്ന ഉദ്ദേശത്തോടെ ആനന്ദ് ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കടക്കാരനോട് അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത്, ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു ജീപ്പിൽ വേണം അങ്ങോട്ടേക്ക് പോകാൻ. വൈഫിന് പെട്ടെന്ന് പെയിൻ വന്നു, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ആനന്ദിന് ഒരു കോള് വരുന്നു. ജീപ്പിൽ കയറാൻ വന്ന ആനന്ദിനോട് ഒരാൾ അനാവശ്യമായി വഴക്കുണ്ടാക്കുകയാണ്. തിരിച്ചൊന്നും പറയാതെ ആനന്ദ് ജീപ്പിന്റെ ബാക്കിൽ കയറുന്നു. ഫോണിൽ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നീതുവിന്റെ ഒരു വിശേഷവും അറിയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് വണ്ടിയിലിരിക്കുന്ന ഒരു ചേട്ടൻ തന്റെ ഫോൺ ആനന്ദിന് കൊടുക്കുന്നത്. നാട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് അറിയുന്നത് ആനന്ദിന് ഒരു പെൺകുഞ്ഞ് പിറന്നിരിക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന വണ്ടിക്കാരനും സഹായിയും ആനന്ദിനെ അനാവശ്യമായി കളിയാക്കുകയാണ്. പെട്ടെന്ന് വണ്ടി ആരെയോ ഇടിക്കുന്നു. എല്ലാവരും പേടിച്ച് വന്ന് നോക്കുമ്പോഴുണ്ട് അയാൾ കൈകൊണ്ട് എന്തോ ഒരു ചിഹ്നം കാണിക്കുകയാണ്. അത് ആ കാട്ടിൽ നിന്നും ഓടിയ പോലീസുകാരനായിരുന്നു. ആനന്ദ് അയാളെ ഹോസ്പിറ്റലിലാക്കാന്ന് പറയുമ്പോൾ ഡ്രൈവർ പറയുകയാണ്, ഇവിടെ നിന്നാൽ പോലീസ് പിടിക്കും. ഇത് കേട്ട് ആനന്ദ് പറയുന്നു, ഞാൻ പോലീസാടാ, മര്യാദയ്ക്ക് വന്ന് പിടിക്ക്. ഇത് കേട്ട് ഡ്രൈവർ ഒന്ന് ഞെട്ടുന്നു.